തിരുവിതാംകൂർ ഐക്യത്തിന്റെയും വെല്ലുവിളികളുടെയും കഥ. പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പ് തലോടുന്ന, കടലിന്റെ ഓളങ്ങൾ ചുംബിക്കുന്ന ഒരിടം, അതാണ് തിരുവിതാംകൂർ. ഐക്യത്തിന്റെയും ശക്തിയുടെയും ആ കഥ തുടങ്ങുന്നത് വീരനായ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൽ നിന്നാണ്. ചെറുപ്പക്കാരനായ ഗോവിന്ദൻ രാജകൊട്ടാരത്തിലെ ഗ്രന്ഥശാലയിൽ നിന്ന് പഴയ താളിയോലകൾ വായിച്ചു. അദ്ദേഹം കണ്ട സ്വപ്നം ശക്തമായ ഒരു രാജ്യത്തിന്റേതായിരുന്നു. ശക്തിയും അറിവും ഒരുമിക്കുമ്പോൾ ഒരു രാജ്യവും തളരില്ല, ഗുരുനാഥൻ പറയുമായിരുന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് യുദ്ധക്കളത്തിൽ വിജയം വരിക്കുന്ന ചിത്രം ഗോവിന്ദൻ ഭിത്തിയിൽ കണ്ടു. ഡച്ച് ശക്തികളെ കുളച്ചൽ യുദ്ധത്തിൽ തോൽപ്പിച്ചതിന്റെ കഥ. തിരുവിതാംകൂർ ഒരു പ്രബല ശക്തിയായി വളർന്നു. എന്നാൽ ദൂരെ നിന്ന് കപ്പലുകൾ അടുക്കുന്നുണ്ടായിരുന്നു. വെള്ളക്കാർ, ബ്രിട്ടീഷുകാർ, ആദ്യം കച്ചവടത്തിനായി വന്നവർ. അവരുടെ തുണികൾക്കും പീരങ്കികൾക്കും തിരുവിതാംകൂറിൽ വലിയ ഡിമാൻഡായിരുന്നു. ഗോവിന്ദൻ ഒരു ബ്രിട്ടീഷ് വ്യാപാരിയുമായി സംസാരിക്കുന്നത് കണ്ടു. "ഞങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്, കച്ചവടം വളർത്താൻ വന്നവർ," വ്യാപാരി ഇംഗ്ലീഷിൽ പറഞ്ഞു. പരിഭാഷകൻ അത് ഗോവിന്ദന് മനസ്സിലാക്കിക്കൊടുത്തു. കച്ചവടം പതിയെ ഉടമ്പടികളായി മാറി. സുരക്ഷാ ഉടമ്പടി. തിരുവിതാംകൂറിന് ബ്രിട്ടീഷിന്റെ സൈനിക സഹായം ലഭിക്കും, പകരം അവർക്ക് കപ്പം കൊടുക്കണം. പണ്ടത്തെ സൗഹൃദത്തിനിപ്പോൾ ഒരു വലിയ വിലയുണ്ടായിരുന്നു. കാലം മുന്നോട്ടുപോയി. പുതിയ ദിവാൻ വന്നു, വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷ് സ്വാധീനം രാജ്യത്തിന്റെ ഭരണത്തിൽ വർദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റി ചുളിഞ്ഞു. കപ്പം കൊടുക്കുന്നത് രാജ്യത്തെ സാമ്പത്തികമായി തളർത്തി. ഗോവിന്ദൻ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ദുരിതമറിഞ്ഞു. ഉയർന്ന നികുതികൾ അവരെ ബുദ്ധിമുട്ടിച്ചു. ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ സംസാരിക്കുന്നു, അവർ രഹസ്യമായി പറഞ്ഞു. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം എല്ലാവരെയും ആവേശം കൊള്ളിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ആഹ്വാനം. "നമുക്കുവേണ്ടി പോരാടാൻ ഒരുങ്ങുക." ശബ്ദം രാജ്യത്തുടനീളം മുഴങ്ങി. ആഹ്വാനം ഒരു യുദ്ധത്തിലേക്ക് നയിച്ചു. എന്നാൽ ബ്രിട്ടീഷിന്റെ ആധുനിക സൈന്യത്തെ ചെറുക്കാൻ തിരുവിതാംകൂറിന് കഴിഞ്ഞില്ല. വലിയ ദുരിതങ്ങൾക്കൊടുവിൽ ബ്രിട്ടീഷ് സൈന്യം വിജയിച്ചു. തോൽവി രാജ്യത്തിന്റെ ഭാവി മാറ്റിമറിച്ചു. ബ്രിട്ടീഷ് റെസിഡന്റിന്റെ സ്വാധീനം കൊട്ടാരത്തിൽ വർദ്ധിച്ചു. രാജാവ് ഇപ്പോഴും തലവനാണെങ്കിലും യഥാർത്ഥ അധികാരം ബ്രിട്ടീഷുകാരുടെ കൈകളിൽ ഒതുങ്ങി. ഗോവിന്ദന്റെ കണ്ണുകളിൽ വിഷാദമുണ്ടായിരുന്നു, എങ്കിലും പ്രതീക്ഷയുടെ തിളക്കവും. തിരുവിതാംകൂർ സ്വയംഭരണം വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു നല്ല നാളെയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. രാജ്യത്തിന്റെ കഥ തുടരുകയാണ്, ശക്തിയിലും വെല്ലുവിളികളിലും.